വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു മൂവിയെ പറ്റി റിവ്യൂ ചെയ്യാണ്. മൂവിയുടെ പേര് ജോണാഥൻ എന്ന ജോൺ വിക്ക് പാർട്ട് 4. ജോൺ വിക്ക് പാർട്ട് 4. ജോണാഥൻ എന്ന ജോൺ വിക്ക്. മനസ്സിലായി? ആ കഥാപാത്രത്തിന്റെ മുഴുവൻ പേര് പറഞ്ഞിട്ട് വേണം നമ്മൾ റിവ്യൂ കൊടുക്കാനായിട്ട്. അപ്പോൾ മൂവിയിലേക്ക് വരാം. മൂവി ഒറ്റയാൾ പോരാട്ടം, അതാണ് ആ ഒരു സിനിമ. തിയേറ്ററിൽ പോയി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 15 മിനിറ്റ് നേരം പടം ഇങ്ങനെ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ മെല്ലെ പോകും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അണ്ണന്റെ പൂണ്ട് വിളയാട്ടാണ്. അടി വെടി എന്ന് വേണ്ട എല്ലാ സംഗതിയുണ്ട്. അയ്യോ സീറ്റിലൊക്കെ നമ്മളിങ്ങോട്ട് ഇരുന്നിരുന്നുണ്ടല്ലോ. ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പാടാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. OTT എങ്ങാനും ഇറങ്ങി കാണാനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മുടെ KGF പോലൊക്കെ ഒന്നിനെ നമ്മളെന്താ പറയുക, ഇന്ത്യൻ സിനിമയിൽ KGF ഉണ്ടെങ്കിൽ വേൾഡ് സിനിമയിൽ ജോൺ വിക്കാണ്. അത് മാസ് പടത്തിൽ എന്തോ പടം. ഇവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ആദ്യമായിട്ടാണ് ആ സിനിമ കാണുന്നത്. പക്ഷെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഒന്നും കണ്ടിട്ടില്ല. അതെ, ഇവള് അതെ, അതുകൊണ്ട് ഇവൾക്ക് കറക്റ്റ് കഥ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് കണ്ട നമ്മൾ ജോൺ വിക്ക് ഫാൻസിന് കറക്റ്റ് ആയിട്ട് അറിയാം പടം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. ഇപ്പോഴങ്ങനെ കുളിരിങ്ങനെ കേറുന്ന പടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു എന്താ പറയാ, അതില് ഓരോ സീൻസ് എടുത്ത് പറയേണ്ടത്. അതിലൊന്നെന്താ വെച്ചാൽ ക്യാമറ മുകളിലേക്ക് ആക്കിയിട്ട് റൂം ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു റൂംസ്, അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആ ഒരു അതെന്താ വെച്ചാൽ ഒരു ഒറ്റ സിംഗിൾ ഷോട്ടാണ്. ഒരു 3-4 മിനിറ്റ് നേരം ആ ഒരു റൂഫ് ടോപ്പിൽ നിന്ന് ആ ക്യാമറ ഇങ്ങനെ ഓരോ റൂമിലേക്ക് പാസ് ചെയ്ത് അത് എങ്ങനെ എടുത്തെന്ന് ഒരു പിടുത്തമില്ല. ക്യാമറമാനെ സമ്മതിച്ചു ഒക്കെ എന്തോ ഇതായിട്ടാണ്, എന്തോ വീഡിയോ ഗെയിം കണ്ട പോലെ. ആ ശരിക്കും പറയാം, നമ്മളെ പണ്ടത്തെ ഒരു ക്ലാഷ് ആൻഡ് ടൈറ്റൻസ് ഒക്കെ എന്റെ ഗെയിമൊക്കെ കളിച്ച പോലത്തെ ഒരു ഇത് തോന്നും നമുക്ക്. ഒരു പുതിയ ഗണ്ണൊക്കെ ഇതിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒക്കെ ഓരോ കോപ്പികൾ ചിലപ്പോൾ ഇനി വരും കാലം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കാണാൻ പറ്റും. കാരണം വെടി വെച്ച അപ്പൊ തീ കത്തും അമ്മാതിരി ഐറ്റംസ് ഒക്കെയാണ് പടത്തിൽ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു 1/2 മണിക്കൂറായിട്ടുള്ള പടം കണ്ടിട്ട് പോന്നിരിക്കുന്നത്. കാരണം അയ്യോ അത്ര അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. എന്നോട് ഈ നേരത്തെ ഈ സിനിമ കാണാൻ അല്ലെ ഈ നേരത്തെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്നോ വല്ലതും പറയുമായിരുന്നു, ഞാൻ എന്റെ നേരത്തെ ഉള്ള പാർട്ടെല്ലാം കണ്ടിട്ട് പോയേനെ. പക്ഷെ എന്നോട് ഇതൊന്നും പറയാത്തത് കാരണം ഞാനാണെങ്കിൽ ആദ്യം ചെന്നിരുന്നിട്ട് എനിക്ക് എന്തുവാ കഥയെന്ന് ഇങ്ങനെ ഞോണ്ടി വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ നോണ്ട സമയത്തൊക്കെ ഞാൻ പറഞ്ഞു, നീ ഇപ്പം ഉണ്ടല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കാണാൻ തോന്നും. അങ്ങനെ ലെവല് പടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അതപ്പോ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫോണില്. പക്ഷെ എനിക്ക് ആ പടത്തില് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അണക്കന്നെ തോന്നും. എനിക്ക് എന്തോ ഒരു ഇതായി. കാരണം ജോൺ വിക്ക് എന്നുള്ളൊരു കഥാപാത്രം ഇനി നമ്മുടെ മനസ്സിൽ ഇനി അത് തുടർന്ന് പോണം എന്നുള്ളൊരു ചിന്തയിലാവും നമുക്ക് ആ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ നമുക്ക് തോന്നുക. പക്ഷെ അത് എന്തോ ഒരു ഇതിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്. അത് ഇനിയിപ്പോ ഉണ്ടോ അതോ ഇതോടുകൂടി ജോൺ വിക്ക് എന്ന കഥാപാത്രം തീരെയാണോ ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് ലാസ്റ്റ് പക്ഷെ ഒരു 5 മിനിറ്റ് നമ്മളെ ഇറങ്ങി പോവാതെ ഇങ്ങനെ ആ ഒരു സീനിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സീനൊന്നും പറയാനുള്ളതില്ല. അത് എന്തോ ഒരു ഇതുപോലെ നമ്മൾ കാണിച്ചു വെച്ചിരിക്കണം. പക്ഷെ ലാസ്റ്റ് പടം ഒരു ഫീലിലേക്ക് എത്തുകയും ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ജോൺ വിക്ക് എന്ന സിനിമയുടെ ഫാൻസിന് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എന്ത് കണ്ടിട്ട് ആ ഒരു ഫാനായോ അതേപോലെ തന്നെയാണ് 4ാം പാർട്ടിലും ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് OTT വരാനുള്ള സമയം കൊടുക്കുകയും ചെയ്യരുത്. നാളെ തന്നെ പോവുക, ബുക്ക് ചെയ്യുക, കാണുക. അത്രയ്ക്കും കിടിലം പടമാണ്. എന്ത് ഇപ്പോഴും മാറുന്നില്ല കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും കിടിലം. അതിൽ ഓരോ കഥാപാത്രം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആ പടത്തിൽ നമ്മുടെ ഹിറ്റ്മാനായിട്ട് വരുന്ന ഒരു ആക്ടറുണ്ട്. വേറെ ലെവൽ അഭിനയം. അയ്യോ ഒരു രക്ഷയില്ലാത്ത അഭിനയം. എന്താ പറയാ, അത് നമ്മുടെ ബ്ലൈൻഡ് ആയിട്ട് വരില്ല. അയ്യോ അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ലെവലാക്കിയിട്ട് ആ പടം വേറെ മൈൻഡിലേക്ക് എത്തും. കാരണം ഓരോ പടത്തിലും വരുന്ന വില്ലന്മാര് നമുക്ക് ഒരു കുറച്ച് സർപ്രൈസ് തരും. തേർഡ് പാർട്ടിലേക്ക് അത്ര തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ 4th പാർട്ടിൽ
ഇങ്ങനെ ഒരു പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓരോരോ കഥാപാത്രങ്ങൾ വില്ലനായാലും എന്തായാലും എല്ലാം വേറെ ലെവല്. അതിൽ വരുന്ന ഓരോ മനുഷ്യന്മാരൊക്കെ എങ്ങനെയുള്ള അഭിനയം അറിയോ, അടി വെടി ഫുള്ള് ഒരു ക്ലൈമാക്സിനൊന്നും പറയാൻ വേണ്ട, പട്ടി വരെ മരണ അഭിനയം അമ്മാതിരി വരെയുള്ള വേറെ ലെവല്. അത്രയ്ക്ക് അടിപൊളി പടം കേട്ടോ. ഇപ്പൊ എന്താ പറയാ, നിങ്ങളെല്ലാരും പോയി കാണുക, കണ്ടിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. അതെ അതെ, പറഞ്ഞിട്ട് അതിന്റെ ഒരു ഇത് നമ്മൾ കളയണില്ല. എന്നിരുന്നാലും നിങ്ങൾ പോയിട്ട് എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണുക, അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ അണ്ണന്റെ കാര്യം പറയണ്ടല്ലോ, അണ്ണൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ. അയ്യോ, നമ്മള് മാട്രിക്സില് ഒരു 10-55 വയസ്സ് കാണും. നമ്മള് മാട്രിക്സിൽ കണ്ടുവരുന്ന ആ ഒരു അത്രയും അഭിനേതാക്കളെ കുറിച്ച് ഈ ഒരു ജോൺ വിക്ക് എന്നൊരു കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പടത്തിൽ. കാരണം ചില ഫൈറ്റുകളൊക്കെ അങ്ങേര് ഡ്യൂപ്പില്ലാതെയാണ് ചെയ്യുന്നവരെ നമുക്ക് തോന്നിപ്പോകും. അത്ര റിസ്ക് എടുത്തിട്ട് ഈ പ്രായത്തിലും അങ്ങേര് ടോം ക്രൂസിന്റെ ഒപ്പം എത്തിക്കണം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം. ഞങ്ങൾക്ക് ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയാം. അപ്പോൾ വേറൊരു പടത്തിന്റെ റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റ.